അങ്ങനെ ആള് ആ കൈ കൊണ്ടുപോയിട്ട് എന്റെ വിരല് കൈത്തണ്ട നമ്മള് വിരല് പറയില്ല ആ ഭാഗത്തേക്ക് ആള് ചുണ്ടിനെ അടുപ്പിച്ചൊരു കിസ്. ഈ പുള്ളിക്കാരിയെ ഫിറോസ് ഖാനും കൂടെ അവിടെ നിന്ന് സിഗരറ്റ് വലിച്ചിട്ട് കൊടുക്കുന്നു, ഫ്രെയിം ചെയ്തെടുക്കുന്നു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ വിബിത. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ആകെ നിറഞ്ഞു നിൽക്കുകയാണല്ലേ ഫിറോസ് ഖാനും സജനയും തമ്മിലുള്ള ആ ഒരു ഇഷ്യൂ. അതൊരു കുടുംബ പ്രശ്നമാണ്. പക്ഷെ എന്തുകൊണ്ട് പ്രേക്ഷകർക്കിടയിൽ ഇത്ര വലിയ ചർച്ചയാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും സെലിബ്രിറ്റികളാണ്. ഇവരെ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ അറിഞ്ഞു തുടങ്ങിയത് അല്ലെങ്കിൽ ഏറ്റെടുത്തത് ബിഗ് ബോസ് സീസൺ 3-ലെ വൈൽഡ് കാർഡായി വന്ന രണ്ട് പേര്. സീസൺ 3-ൽ ഏറ്റവും കൂടുതൽ ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് വഴക്ക് കേട്ടിട്ടുള്ള ഒരാളാണ് ഫിറോസ്. ആ സമയത്ത് സീസൺ 3-ൽ രണ്ട് ഫിറോസ് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഫിറോസ് എന്ന് വിളിക്കുമ്പോൾ രണ്ടുപേരും വരും. അതുകൊണ്ട് കിടിലം ഫിറോസിനെ കിടിലം ഫിറോസ് എന്നും ഈ ഫിറോസിനെ അതായത് എപ്പോഴും ചീത്ത പറയുക, തെറി പറയുക, മോശവാക്കൊക്കെ യൂസ് ചെയ്യുക, അങ്ങനെയുള്ള കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ഫിറോസ് ഖാൻ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ബിഗ് ബോസ് മലയാളം സീസൺ 3-ൽ. അതുകൊണ്ട് തന്നെ ലാലേട്ടൻ ഈ വ്യക്തിക്ക് പൊളി ഫിറോസ് എന്നാണ് പേരിട്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ടൈമിലൊക്കെ നിന്ന് ബിഗ് ബോസ് കണ്ടവർക്കറിയാം പൊളി ഫിറോസ് എന്നാണ് ഈ പുള്ളിക്കാരനെ പറഞ്ഞുകൊണ്ടിരുന്നത്. സജന എത്രത്തോളം സഹിച്ചാണ് നിന്നതെന്ന് പലപ്പോഴും ആ സമയങ്ങളിൽ പലരും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. കാരണം ഇത്രയും ക്യാമറകളുണ്ട്, ലാലേട്ടനുണ്ട്, എങ്കിൽ പോലും ഫിറോസ് അതൊന്നും നോക്കാറില്ല. ഫിറോസ് പൊളിച്ചെടുക്കുകയായിരുന്നു. സജനേനെ പോലും പലതവണ കൈ ഓങ്ങുന്നത് പല കാര്യങ്ങൾക്ക് പിടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് കൈ ഓങ്ങിയിട്ട് ചുണ്ടുപൊട്ട് അവിടെ പൊട്ട്, അതിന് പല ഇതും നമ്മൾ ആ ടൈമിൽ കണ്ടിട്ടുണ്ട് അല്ലേ. ബിഗ് ബോസ് മലയാളം സീസൺ 3 കണ്ട് ഓർമ്മയുള്ളവർക്ക് അറിയാം. ഫിറോസ് പലരുടെ അടുത്തേക്കും വഴക്കിന് പോകുന്ന സമയത്ത് കൈ പിടിച്ച് മാറ്റാൻ ശ്രമിച്ചതിന്റെ ഭാഗമായിട്ടാണല്ലോ. അതെ, ഫിറോസ് ബിഗ് ബോസ് വീട്ടിൽ വന്നിട്ട് സജനേനെ തല്ലിന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. കുറച്ച് നാളുകളിൽ തന്നെ രണ്ടുപേരും പിരിഞ്ഞു എന്നുള്ളൊരു വാർത്തയാണ് നമ്മൾ കേട്ടത്. ഇപ്പോതാ കുറേ സത്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ സജന എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭയങ്കര ഒരു മാറ്റമാണ് നമ്മൾ പ്രേക്ഷകർ കണ്ടത്. ഭർത്താവിൻ്റെ അണ്ടറിൽ എല്ലാം പറഞ്ഞത് അനുസരിച്ച് മാത്രം ജീവിക്കുന്ന ഒരു സ്ത്രീയിൽ നിന്നും മറ്റൊരു സജന, സീരിയൽ അഭിനയിക്കുന്നു, ഒരുപാട് പരിപാടിയിൽ പോകുന്നു, കാർ എടുക്കുന്നു, അങ്ങനെ നേട്ടങ്ങൾ കൊയ്യുന്ന സജനയെ കണ്ടിട്ട് പലരും പലതും പറഞ്ഞു. ഇപ്പോൾ സജന വേറൊരു വിവാഹം കഴിക്കാൻ പോവുകയാണ് എന്നുള്ള വാർത്തകൾ പരക്കുന്നുണ്ട്. അതിനും അപ്പുറം ഫിറോസിൻ്റെ പഴയ കാല ചരിത്രങ്ങൾ കൂടി വെളിപ്പെടുത്തിക്കൊണ്ട് സജന ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അയാൾ തൻ്റെ മകളുടെ പ്രായമുള്ള പെൺകുട്ടിയോട് ഇങ്ങനെ പെരുമാറി, ബിഗ് ബോസ് വീട്ടിൽ വെച്ച് ഇന്ന കണ്ടസ്റ്റൻറ്റിനോട് ഇങ്ങനെ പെരുമാറി, ആ കണ്ടസ്റ്റൻറ്റിൻ്റെ പേര് ഞാൻ പറയും എന്നൊക്കെയുള്ളൊരു ഭീഷണിപ്പെടുത്തലും ഒരു ഭീഷണിയുടെ ചുവയുള്ള സംസാരമൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അത് ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവൾ അനുഭവിക്കുന്നതിൻ്റെ മാക്സിമം അനുഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് സജന വന്നത്. ഇത് എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളത് വരുന്ന ദിവസങ്ങളിൽ അറിയാം. എന്നാൽ പറയുന്ന ആ രീതിയും സംസാരമൊക്കെ കേൾക്കുമ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കും, അയ്യോ പാവം, ഒരുപാട് കഷ്ടപ്പെട്ടു, 20-ാമത്തെ വയസ്സിൽ ആദ്യ വിവാഹം, ഒരു കുട്ടിയുണ്ട്, അത് കഴിഞ്ഞിട്ടാണ് ഫിറോസിനെ വിവാഹം കഴിക്കുന്നത്. പിന്നീട് രണ്ടാമത്തെ കുട്ടിയാകുന്നു. ആദ്യത്തെ കുട്ടിക്ക് 2.5 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ രണ്ടാമത്തെ കുട്ടിയാകുന്നു. അങ്ങനെ ജീവിച്ചു. പിന്നെ ഇപ്പോൾ ഡിവോഴ്സ്, 2 കുട്ടികളുണ്ട്, അവന് ജീവിക്കണം, അങ്ങനെ പല കാര്യങ്ങളൊക്കെ വന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ സ്ത്രീയെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് മനസ്സിലൊരു സങ്കടം, വിഷമമൊക്കെ തോന്നാം. പക്ഷെ എത്രത്തോളം സത്യാവസ്ഥ ഉണ്ടെന്ന് വരുന്ന ദിവസങ്ങളിൽ അറിയാം. എന്നാൽ ഫിറോസിന്റെ ഇന്റർവ്യൂവും ഡയലോഗൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ അവരുടെ കുടുംബ പ്രശ്നം എന്താണെന്നുള്ളത് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ അറിയാം. ഇവരൊക്കെ തന്നെയാണ് കേട്ടോ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇതൊക്കെ കീറി മുറിച്ച് നാറ്റിക്കുന്നത്. ഈ ഒരു വിഷയം എന്തുകൊണ്ട് ഞാൻ എടുത്തു എന്ന് വെച്ചാൽ, ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ അത്യാവശ്യം മറ്റു ഭാഷയിലൊക്കെ നല്ല രീതിയിൽ പോകുന്നതാണ്. മലയാളത്തിൽ നല്ല രീതിയിൽ ഒരുപാട് പ്രേക്ഷകർ ഏറ്റെടുത്ത്, ഒരുപാട് പ്രേക്ഷകർ വരുന്നത് കാത്തിരിക്കുന്ന ഒരു ഷോയാണ് ബിഗ് ബോസ്. ഈ ഷോയിലേക്ക് വരുന്ന കണ്ടസ്റ്റൻസ് ഒരു ഫെയിം കിട്ടിയിട്ട് പുറത്തിറങ്ങിയിട്ട് കാട്ടിക്കൂട്ടുന്ന തോന്നിവാസങ്ങൾ കാണുമ്പോണ്ടല്ലോ, എന്തിനാണ് ഇവരെയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരണമെന്ന് തോന്നിപ്പോകും. ഇവരൊക്കെ കുറച്ച് ഫെയിം കിട്ടിക്കഴിയുമ്പോൾ, 4 ആൾക്കാർ അറിഞ്ഞു കഴിയുമ്പോൾ ഇവരൊക്കെ കാട്ടിക്കൂട്ടുന്ന തോന്നിവാസങ്ങൾ എന്താ? ഇവരെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട് ഇവരെ സപ്പോർട്ട് ചെയ്ത പ്രേക്ഷകരൊക്കെ ഇപ്പോഴും ഉണ്ടാകും. ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവരും ഇവർ പറയുന്ന വാക്കുകൾക്ക് വില കൊടുക്കുന്നവരൊക്കെ ഉണ്ടാകും. ഇങ്ങനെ നിന്നിട്ട് ഇവരെ ഇങ്ങനെയുള്ള തോന്നിവാസങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ എത്ര ആൾക്കാർക്ക് ഇൻസ്പയർഡ് ആവും എന്നറിയോ? അങ്ങനെയൊന്നും കുഴപ്പമില്ല, അങ്ങനെയൊക്കെ ചെയ്തത് നല്ലതാണ്, അവർ ചെയ്തില്ല ഇവർ ചെയ്തില്ല എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാകും. നമ്മൾ പറയും പിന്നെ ഇപ്പോൾ ആരാ നമ്മുടെ സ്വന്തം ജീവിതം നമ്മളത് തീരുമാനിക്കുന്നത്. പക്ഷേ 100 സിനിമയിൽ അഭിനയിക്കുന്നതിൻ്റെ ഫലമാണ് ഒരു ബിഗ് ബോസ് ഷോയിൽ വന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത്രത്തോളം പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നു, അത്രത്തോളം പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യുന്നു. നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും തലയിലല്ല മനസ്സിലേക്കാണ് പല ജനങ്ങളും എടുക്കുന്നത്. അതിൻ്റെ തെളിവാണ് ഞാൻ.
ഓരോ സീസൺ കഴിയുമ്പോഴും ഓരോ മത്സരാർത്ഥികളെ കുറിച്ച് ജനങ്ങൾ വന്ന് എന്നോട് പറയുമ്പോൾ കാര്യം ഓർക്കുമ്പോൾ എനിക്കറിയാം ഇതൊക്കെ ഷോയ്ക്ക് വേണ്ടിയിട്ടാണ്. അവിടെയുള്ള ഓരോ കണ്ടസ്റ്റന്റ് ഗെയിം ഇറക്കുകയാണ്, കളിക്കുകയാണ്, അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്, ഓരോ ആഴ്ചയും കഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് അവരൊരു ഗെയിം ഇറക്കുന്നത്. പക്ഷേ അവർ ഓരോ സ്ട്രാറ്റജീസ് ഇറക്കുമ്പോഴും പാവപ്പെട്ട ജനങ്ങളുടെ മനസ്സിലുണ്ടല്ലോ അത് എത്രത്തോളം അവർ കയറുന്നുണ്ടെന്നറിയോ. അത് ഓരോ സീസൺ കഴിയുമ്പോഴും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഓരോരുത്തർ വന്ന് എന്നോട് പറയുന്നത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ആ ജനങ്ങളോട് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ ഇതൊക്കെ ഷോയുടെ ഭാഗമായിട്ട് അവരിറക്കിയ ഒരു സ്ട്രാറ്റജിയാണെന്ന്. അവരൊക്കെ നിങ്ങളെയൊക്കെ ഇഷ്ടപ്പെടുന്നത് ആത്മാർത്ഥമായിട്ട് തന്നെയാണ്. അങ്ങനെ നിങ്ങളിങ്ങനെ ഓരോന്ന് പുറത്തിറങ്ങിയിട്ട് തോന്നിയാസങ്ങളൊക്കെ കാണിക്കുമ്പോൾ ഈ ജനങ്ങളുടെ ആ സ്നേഹത്തിനും അവരുടെ സപ്പോർട്ടിനെയാണ് ചോദ്യചിഹ്നമായിട്ടിരിക്കുന്നത്, പുച്ഛിക്കുന്നത്, നിങ്ങൾ വിലയില്ലാതാക്കി കളയുന്നത്. അപ്പോൾ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയിലേക്ക് ഇനിയെങ്കിലും കണ്ടസ്റ്റൻസിനെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല കണ്ടസ്റ്റൻസിനെ തിരഞ്ഞെടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇത് ഈ സമയത്താണ് കേട്ടോ ഞാൻ സായിയും മണിക്കൂട്ടനെയൊക്കെ ഓർത്തു പോകുന്നത്, ദിൽഷ ഇവരൊക്കെ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയുടെ വാല്യൂ കളഞ്ഞിട്ടില്ല. കാര്യം ശരി, ഇപ്പോൾ അവരെയൊക്കെ ഒരുപാട് പേര് ഓർത്തിരിക്കണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപാട് പേരൊന്നും ഓർത്തിരിക്കുന്നില്ല. പക്ഷെ അവർക്ക് ഒരുപാട് പേരും പ്രശസ്തിയും ഇതുപോലെ ഉണ്ടാക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ട് പോലും അവരത് ഉപയോഗിച്ചില്ല എന്നുള്ളത് ഒരു നെഗറ്റീവ് ആണ്. എങ്കിൽ പോലും ആ ഒരു ഷോയിൽ നിന്ന് ഇറങ്ങി വന്നത് ഒരിക്കലും അവരത് ആ ഷോയെ നശിപ്പിച്ചിട്ടില്ല, ആ ഒരു പേര് നശിപ്പിച്ചിട്ടില്ല. അങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ രേണുവിനെ പോലെയുള്ള ഒരുപാട് ഓരോ സീസണിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള ഓരോരോ കണ്ടസ്റ്റൻസ്. നല്ല രീതിയിൽ ഈ പേര് കൊണ്ടുപോകാം നമ്മുടെ സാബു ചേട്ടൻ, നമ്മുടെ പേളി മണി, ശ്രീനീഷ്, അവരെയൊക്കെ പോലെ എന്ത് രസമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഫെയിം കൊണ്ടുപോകാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ ഷോയിലേക്ക് പോകുന്നത്? ഇവരെയൊക്കെ സെലക്ട് ചെയ്യുന്ന ബിഗ് ബോസ് ക്രൂവിനെ പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ പറഞ്ഞു വന്നത്, കഴിഞ്ഞ ദിവസം സജന വിവാസങ്ങൾ ഫിറോസ് ആരെയൊക്കെയോ ഫ്രഞ്ച് കിസ് ചെയ്തു, അവിടെ ചെയ്തു, ഇത് ചെയ്തു, അങ്ങനെ ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഫിറോസ് ആ ടൈമിൽ തന്നെ ലൈംഗിക ചുവയുള്ള കാര്യങ്ങൾ സംസാരിക്കുമായിരുന്നു. നമ്മുടെ ഒരു കണ്ടസ്റ്റന്റിന്റെ ഡ്രസ്സിനെ കുറിച്ച് വളരെ മോശമായിട്ട് പറഞ്ഞിട്ട് ലാലേട്ട വന്ന സമയത്ത് ചീത്ത പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അതേപോലെ തന്നെ എന്തിനാണ് രമ്യയെ വൽക്കടായി വന്ന രമ്യ ആദ്യം പുറത്തായി പോയി, പിന്നെ വീണ്ടും 50ാമത്തെ എപ്പിസോഡിലോ എന്തോ രമ്യ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. വരുന്ന സമയത്ത് 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്തോ രമ്യനെ പിന്നെയും വളരെ മോശമായിട്ട് സംസാരിക്കുകയോ ആക്ഷൻ കാണിക്കുകയോ അങ്ങനെ എന്തോ ചെയ്തതിൻ്റെ പേരിലാണല്ലോ ഫിറോസിനെയും സജനയും പുറത്താക്കുന്നത്. അപ്പോൾ ഈ പുള്ളിക്കാരൻ അങ്ങനത്തെ രീതിയിൽ തന്നെയാണ് ഓരോരുത്തരോടും സംസാരിച്ചിട്ടുള്ളത്. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതിന് ഞാൻ കണ്ടിട്ടുള്ളതാണ്, ഞാൻ കേട്ടിട്ടുള്ളതാണ് പുള്ളി സംസാരിക്കുന്നതൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് ഫിറോസ് അത്ര വലിയ മാന്യനായിട്ട് ഇപ്പോൾ ഞാൻ ഫ്രീഡം കൊടുത്തു, ഞാൻ അത് കൊടുത്തു, ഇത് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. എന്തൊക്കെ കൊടുത്താലും താങ്കൾ എങ്ങനെയാണ് ആ ഷോയിൽ കാണിച്ചെന്നുള്ളത് നമുക്കറിയാം. ഇത് സ്ട്രാറ്റജിയാണെന്നൊന്നും പറയണ്ട. സജനയ്ക്ക് എന്താ പറയാനുള്ളത് നമുക്ക് കേൾക്കാം. ഈ പുള്ളിക്കാരി ഫിറോസ് ഖാനും കൂടെ അവിടെ നിന്ന് സിഗരറ്റ് വലിച്ചിട്ട് കൊടുക്കുന്നു, ഫ്രഞ്ച് അടിക്കുന്നു. ഇതാണ് ഞാൻ കാണുന്നത്. സജന പറയുന്നത് സിഗരറ്റ് വലിക്കുന്നു, ആ സ്ത്രീക്ക് കൊടുക്കുന്നു, ഫ്രഞ്ച് അടിക്കുന്നു എന്നാണ് സജന പറഞ്ഞത്. സ്വന്തം ഭർത്താവും മറ്റൊരു പെൺകുട്ടിയുമായിട്ടുള്ള സംഭവം ഈ നേരിട്ട് കണ്ട ഈ ഒരു സ്ത്രീ, അവിടെ അന്ന് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യം സജന ഇപ്പൊ പറഞ്ഞുകൊണ്ട് വരാട്ടോ, നടന്നിട്ടുണ്ടായിരുന്നു എന്ന് ഒരു ഭാര്യ പറഞ്ഞു വരികയാണ്. സ്വന്തം മകളുടെ പ്രായമുള്ള ഒരു കുഞ്ഞിനെ ഒരു ഹോട്ടലിൽ കൊണ്ട് ഇവൻ കൊണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ആ കുഞ്ഞിനെ പ്രേമം നടിച്ചിട്ട് ആ കുഞ്ഞിനെ ഭയങ്കരമായിട്ട് ആ കൊച്ചു കുറെ ഗിഫ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതിന്റെ പേരും ആ സീസണിൽ ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻസ് ഒരുപാട് പേര്, മണിക്കുട്ടൻ, സായി വിഷ്ണു, നോബി ചേട്ടൻ, അങ്ങനെ കുറച്ച് പേര്, ഡിംബൽ, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതിൽ ഡിംബല്, മജിസിയ ബാനു, ലക്ഷ്മി ജയൻ, പിന്ദു മന്ദ്ര, സന്ധ്യ മനോജ്, ഭാഗ്യലക്ഷ്മി, ഏഞ്ചൽ തോമസ്, രമ്യ പണിക്കർ, ഇവരൊക്കെയായിരുന്നു ഉണ്ടായിരുന്ന സ്ത്രീ കണ്ടസ്റ്റൻസ്. അപ്പോൾ ഇവരിൽ ആരാണ് എന്നുള്ളൊരു സംശയം സ്വാഭാവികമായിട്ടും നമ്മൾ കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകർക്ക് ഉണ്ടാകും. സജന വന്നിട്ടാണ് പറയുന്നത്, എൻ്റെ ഭർത്താവ് അവിടെ വെച്ചിട്ട് സിഗരറ്റ് ആ സ്ത്രീക്ക് കൊടുക്കുക മാത്രമല്ല ഫ്രഞ്ച് അടിക്കുകവരും ചെയ്തു. ഇപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞിട്ട് സജന വന്ന് പറയാണ് ഇങ്ങനെ നടന്നിട്ടുണ്ടെന്ന്. സ്വാഭാവികമായിട്ടും പേര് പറയാത്തത് കൊണ്ട് തന്നെ ഇത് ആരാണെന്നുള്ള സംശയം ജനങ്ങൾക്ക് മാത്രമല്ല അവിടെയുള്ള ഓരോ കണ്ടസ്റ്റൻസിനും ഉണ്ടാകും. അവരുടെയൊക്കെ മാന്യതയെ അല്ലെങ്കിൽ അവരുടെയൊക്കെ പേരിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള വർത്തമാനമായി പോയല്ലോ സജന വന്ന് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സംശയം വന്നു, ഇതിൽ ആരാണ് ഈ സ്ത്രീ കണ്ടസ്റ്റൻസിൽ ആരാണ് ആ സ്ത്രീ എന്നുള്ളൊരു ചോദ്യം പലരുടെയും മനസ്സിൽ വന്നിട്ടുണ്ടാവും. പലരും പലതരത്തിലുള്ള ഉത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് കമൻറ്റുകളായിട്ടാണ് വന്നിരിക്കുന്നത്. പലരുടെയും പേരുകൾ കമൻറ്റുകളായിട്ട് വന്നിട്ടുണ്ട്. അതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് സഖികെട്ട് ആ സീസണിലുണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റ് രംഗത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നമുക്ക് കാണാം. ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം നമ്മുടെ സീസണിലുണ്ടായിരുന്ന സജന ഫിറോസിന്റെ ഡിവോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കേസ് ഇപ്പോൾ സോഷ്യൽ മീഡിയ കിടന്ന് കറങ്ങുന്നുണ്ട്.
അതെ, ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നുള്ളൂ. നമ്മുടെ സൂര്യ തന്നെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ 3 ആദ്യമൊക്കെ സൈലന്റ് ആയിട്ട് നിന്ന് ആ സീസണിൽ വലിയൊരു സ്റ്റോറി കൊണ്ടുവന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് സൂര്യ. അതുകൊണ്ട് തന്നെ സൂര്യനെ ആരും മറക്കാൻ സാധ്യതയില്ല. അങ്ങനെ സൂര്യയുടെ തുറന്നു പറച്ചിലാണ്. സൂര്യ സ്വാഭാവികമായിട്ടും സൂര്യ മാത്രമല്ല ആരായാലും ഇങ്ങനെ പറഞ്ഞു പോകും. കാരണം സജന അമ്മാതിരി ബോംബാണല്ലോ ഇട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ പേര് പറയണമായിരുന്നു. പേര് പറയാത്ത സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും ആ സീസണിലുള്ള ഓരോ കണ്ടസ്റ്റൻസും വരും. പിന്നെ സൂര്യയുടെ പേര് തന്നെയാണ് പലരും ആ ഒരു വീഡിയോയുടെ താഴെ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതിനെതിരെ പ്രതികരിച്ചുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ സൂര്യ എത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൽ സജന ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്, മൂന്നാമതൊരു ലേഡി കണ്ടസ്റ്റന്റ് അവരുടെ ലൈഫിലേക്ക് ഇൻവോൾവ് ആയി എന്നുള്ളൊരു കാര്യം. അപ്പോൾ ആട്ടുതൊല്ലിട്ട് കുറച്ച് ചെന്നായിക്കൾ, അതായത് ബിഗ് ബോസ് മുതലേ എന്നെ ഹേറ്റ് ചെയ്ത് നടക്കുന്ന കുറച്ച് പേര് അതിന്റെ ഇടയിൽ കൂടെ എന്റെ പേര് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കമന്റ്സ് ഇടുന്നതായിട്ട് ഞാൻ അറിഞ്ഞു. ആ ആട്ടിൻതൊല്ലിട്ട ചെന്നായിക്കളോടാണ് പറയുന്നത്, ആ വ്യക്തി ഞാനല്ല കേട്ടോ. നിങ്ങളെ വിഷമിപ്പിക്കുന്നതിൽ സങ്കടമുണ്ട്, പക്ഷെ ഞാനല്ല ആ വ്യക്തി. അവരുടെ ഫാമിലി ലൈഫിൽ അവരുടെ അവരുടെ ഒരു ജീവിതം ഉണ്ടല്ലോ, അതിലൊരു ഗസ്റ്റ് അപ്പിയറൻസ് പോലും ഞാൻ ചെയ്തിട്ടില്ല. സജന ഇപ്പോഴും എൻ്റെ നല്ലൊരു സുഹൃത്ത് മാത്രമാണ്. ഒരിക്കലും അവരുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും ഞാൻ അത്രയും ലോക്കലല്ല. നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടാവും ഈ ഇട്ട കമന്റ്സ് ഇട്ട ആളുകൾ, പക്ഷെ നിങ്ങളുടെ ക്യാരക്ടർ അല്ല എനിക്ക്. അതാദ്യം മനസ്സിലാക്കുക. അതുകൊണ്ട് ഇപ്പോഴേ പറയാണ്, ആ വ്യക്തി ഞാനല്ല. ആ വ്യക്തി ഞാനല്ല, മറ്റൊരാളുടെ തെറ്റുകുറ്റങ്ങൾ എൻ്റെ തലയിലേക്ക് ചാർത്തി തരല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സജനല്ല സൂര്യ വന്നിരിക്കുകയാണ്. ഇതിനൊരു വഴിയൊരുക്കിയത് ആരാണ്? സജനയല്ലേ. സൂര്യ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഇപ്പോൾ അനുഭവിക്കുന്ന മനോവിഷമത്തിന് അല്ലെങ്കിൽ സൈബർ ബുള്ളിങ്ങിന് കാരണം സജനയല്ലേ. സജനയ്ക്ക് ഇങ്ങനൊരു കാര്യം, തൻ്റെ ഭർത്താവ് ഇങ്ങനൊരു പ്രവൃത്തി ചെയ്തിട്ടുണ്ട് എന്ന് തുറന്നു പറയണം, നാട്ടുകാരെ അറിയിക്കണം, ഞാൻ നല്ലതാണ് അയാളാണ് മോശം എന്ന് പറയണമെങ്കിൽ പറയാം. പക്ഷേ അതിന് പേര് പറയണം. തെളിവ് നിരത്തുന്ന വേണ്ട, പേര് പറയണം. പേര് പറഞ്ഞില്ലെങ്കിൽ ഇതേപോലെയുള്ള ഒരു നിരപരാധികളായ സ്ത്രീകൾ രംഗത്ത് വന്ന് നാണം കെടേണ്ടതായിട്ട് വരും. കാരണം പലരും സൂര്യയുടെ പേരാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ സഖി കേട്ടിട്ട് സൂര്യ തന്നെ വന്ന് പറഞ്ഞിരിക്കുകയാണ്, ഞാനല്ല ആ വ്യക്തി. നിങ്ങൾക്കൊക്കെ ആഗ്രഹം ഉണ്ടാവും, ആട്ടും തോയിട്ട ചെന്നായ്ക്കളെ, നിങ്ങൾക്കൊക്കെ ആഗ്രഹം ഉണ്ടാവും ഞാൻ അങ്ങനത്തെ ഒരു സ്ത്രീയാണ്, ഞാനാണ് ആ സ്ത്രീ എന്ന് കേൾക്കാൻ. പക്ഷെ സജനൻ്റെ ഒരു ഫ്രണ്ട് മാത്രമാണ്, നല്ലൊരു ഫ്രണ്ടാണ്. ആ ഫ്രണ്ടിനെ ഞാൻ ചതിക്കില്ലെന്ന് മാത്രമല്ല, ഇവരുടെ ലൈഫിലേക്ക് ഒരു ഗസ്റ്റ് അപ്പിയറൻസ് പോലും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ ആരാണ് ആ സ്ത്രീ? വളരെ കുറച്ച് സ്ത്രീകൾ മാത്രമാണ് ആ സീസണിൽ ഉണ്ടായിരുന്നത്. പിന്നെ ആരാണ് സ്ത്രീ? ആ സീസണിൽ ഉണ്ടായിരുന്ന കിടിലൻ ഫിറോസ് ആ സൂര്യയുടെ ആ ഒരു വീഡിയോയ്ക്ക് ഒരു കമൻറ്റുമായിട്ട് വന്നിട്ടുണ്ട്, വേറെ എന്തെല്ലാം ചെയ്യാനുണ്ട്, അന്ന് വലിച്ചെറിഞ്ഞ കല്ലുകൾ ചേർത്ത് വെച്ച് നമ്മൾ പണിതുയർത്തിയ അവരുടെ ഒരു സംരംഭം പ്രളയത്തിൻ്റെ മണ്ണിലേക്ക് വന്നിരിക്കെ, ഇതൊന്നും അറിയണ്ട, കേൾക്കണ്ട, പറയണ്ട എന്നും ഇഷ്ടം. കിടില ഫിറോസ് ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞായിരിക്കും, ഇതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു സമാധാന വാക്കാണ് ഫിറോസ് അവിടെ ഉദ്ദേശിച്ചത്. ഫിറോസിന് അങ്ങനെ പറയാം, ശരിയാണ്, സമാധാനിപ്പിക്കാൻ നമുക്ക് അതൊക്കെ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഉണ്ടല്ലോ, ഇത് കേൾക്കുന്ന ഒരു സ്ത്രീ എന്ന് പറയുന്ന ഒരു വ്യക്തി, ഇപ്പം അഖിൽമാരാർ പറയുന്നു, അഖിൽമാരാറിൻ്റെ സീസണിൽ ഉണ്ടായിരുന്ന ഏതോ ഒരു കണ്ടസ്റ്റന്റ് കിടന്നു കൊടുത്തിട്ടാണ് 100 ദിവസം എത്തിയെന്ന്. ആ സീസണിലുണ്ടായിരുന്ന ഓരോ സ്ത്രീകളെയും കുത്തിക്കൊണ്ടാണ് എത്തി. ഏതാണ് ആ സ്ത്രീ? ഇതുവരെ അഖിൽ പറഞ്ഞിട്ടില്ല. ഇതിനെ പ്രതികരിച്ചുകൊണ്ട് ശോഭ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു, ശോഭ വിശ്വനാഥ്. അതേപോലെയുള്ളൊരു വാക്കാണ് ഇപ്പോൾ സജന പറഞ്ഞിരിക്കുന്നത്. ആ സീസണിലുണ്ടായിരുന്ന ഒരു സ്ത്രീയുമായിട്ട് ഫിറോസ് ഫ്രഞ്ച് കിസ് ചെയ്തു എന്നുള്ളത് സ്വാഭാവികമായിട്ടും ആ സീസണിലുള്ള ലേഡി കണ്ടസ്റ്റൻസിന് പൊള്ളില്ലേ? തീർച്ചയായിട്ടും പൊള്ളും. തെറ്റ് ചെയ്യാത്തവൻ്റെ നേർക്ക് കല്ലെറിയുമ്പോൾ അവൻ പ്രതികരിക്കും. പണ്ടത്തെ കാലമൊന്നല്ല, അവൻ പ്രതികരിക്കും. എല്ലാവർക്കും സോഷ്യൽ മീഡിയ ഉണ്ട്, എല്ലാവർക്കും മൊബൈലുണ്ട്, എല്ലാവർക്കും വീഡിയോ എടുക്കാനോ അപ്ലോഡ് ചെയ്യാനോ വൈറലാക്കാനോ ഒക്കെ അറിയാം. അങ്ങനെ സൂര്യ പ്രതികരിച്ചുകൊണ്ട് വന്നു. അതിൽ സൂര്യനെ തെറ്റു പറയാൻ പറ്റില്ല. സൂര്യയുടെ സ്ഥാനത്ത് ആരായാലും അത് തന്നെ ചെയ്യുള്ളൂ. എന്നാൽ ഈ പൊള്ളിയ സ്ത്രീ ഉണ്ടല്ലോ, അതായത് ആ പേര് പറഞ്ഞ സ്ത്രീ, ആ സ്ത്രീയുടെ വോയിസ് വന്നിട്ടുണ്ട്, നമുക്കൊന്ന് കേൾക്കാം. അങ്ങനെ ആ കൈ കൊണ്ടുപോയിട്ട് എന്റെ വിരല്, കൈത്തണ്ട നമ്മൾ വിരല് പറയില്ല, ആ ഭാഗത്തേക്ക് ചുണ്ടിനെ അടുപ്പിച്ചൊരു കിസ്. ഞാൻ ആകെ പാനിക്കായി പോയി. എനിക്ക് അന്ന് ഇത് ഇപ്പൊ പറയല്ലോ, ഇപ്പൊ ഇന്നത്തെ ഏജ് അല്ല എന്റെ അന്നത്തെ ഏജ്. അന്നാണെങ്കിൽ ഞാൻ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് 2 കൊല്ലമായിട്ടുള്ളൂ. വളരെ ചീപ്പായിട്ടുള്ള കാര്യമാണ്. ആ ചേച്ചിയുടെ ഭർത്താവിനോട് പേഴ്സണൽ ഗ്രഡ്ജ് ഉണ്ടെങ്കിൽ അത് അങ്ങനെ തീർക്കണം. അല്ലാതെ ഷോല് ഉണ്ടായി എന്നോട് ആ ചേച്ചിക്ക് എന്ത് ദേഷ്യാന്ന് എനിക്ക്. എന്തായാലും പ്രതികരിച്ചുകൊണ്ട് ആ ലേഡി എത്തിയിട്ടുണ്ട്. ഇതിനോടകം തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും ആരാണ് ആ സ്ത്രീ എന്നുള്ളത്. എനിക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. വളരെ പ്രായം കുറഞ്ഞൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. വളരെ 1-2 വർഷമായിട്ടുണ്ടായിരുന്നുള്ള ഒരു ഇൻഡസ്ട്രിയിലേക്ക് വന്നിട്ട്
സ്വാഭാവികമായിട്ടും എല്ലാവർക്കും മനസ്സിലായി കാണും ഏതാണ് ആ ഒരു കണ്ടസ്റ്റന്റ് എന്നല്ലേ. ഇന്ന് തുറന്നു പറച്ചിലുമായിട്ട് സജന ചൂണ്ടിക്കാട്ടിയ ആ സ്ത്രീ രംഗത്ത് വന്നിരിക്കുകയാണ്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ഇതിന്റെ സത്യാവസ്ഥ നമുക്ക് കണ്ടു തന്നെ അറിയാം. ബിഗ് ബോസ് വീടിനകത്ത് കയറിയിട്ട് ഒരു ഫെയിം കിട്ടിയിട്ട് പുറത്തിറങ്ങിയിട്ട് ഇതുങ്ങൾ കാട്ടിക്കൂട്ടുന്ന ഓരോ തോന്നിവാസങ്ങൾ, എൻ്റെ പൊന്നു പ്രേക്ഷകരെ, നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ പറഞ്ഞാൽ മതിയല്ലോ. നമ്മൾ ഇവരെയൊക്കെ ഒരു കാര്യത്തിൽ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവരും. എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് ഇവർ ഓരോന്ന് കാട്ടിക്കൂട്ടുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നും, ഇവരെയൊക്കെ എന്തിനു സപ്പോർട്ട് ചെയ്തു എന്ന്. ഇതിങ്ങനെ നോക്കുമ്പോൾ കോമണേഴ്സിനെ കൂടുതലായിട്ട് ഈ ഷോയിലേക്ക് കൊണ്ടുവരുന്നതായിരുന്നു നല്ലത്. ഇതുപോലെയുള്ള ഇവരെയൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവർ പുറത്തിറങ്ങിയിട്ട് കാട്ടിക്കൂട്ടുന്ന തോന്നിവാസങ്ങൾ കാണുന്നതിലും എത്രയോ നല്ലതാണ് സാധാരണ ജനങ്ങൾക്ക്. അവർക്ക് കുറച്ച് പൈസയെങ്കിലും കിട്ടും കുറച്ച് ദിവസം നിന്നിട്ട്. അവർ രക്ഷപ്പെട്ടു പോട്ടെ. എത്രയോ ആൾക്കാരാണ് കോമണറായിട്ട് വന്നിട്ട് കുറച്ച് കാലമെങ്കിലും നല്ല സുഖമായിട്ട് ജീവിക്കുന്നത്. പിന്നീട് അവർക്ക് വർക്കൊന്നും അങ്ങനെ കിട്ടിയത് ഞാൻ കണ്ടിട്ടില്ല. കോമണേഴ്സിൽ അധികം പേർക്കൊന്നും അങ്ങനെ കിട്ടിയിട്ടില്ല. പക്ഷേ എന്തെങ്കിലും ആയിക്കോട്ടെ, അവർക്ക് ആ കുറച്ച് കാലം കുറച്ചൊരു എമൗണ്ട് കിട്ടുമ്പോൾ അവരെ സംബന്ധിച്ച് അവരുടെ കുടുംബത്തിന് നല്ലൊരു കാര്യമാണ്. അപ്പോൾ കോമണേഴ്സിനെ കൂടുതലായിട്ട് എടുക്കും. നമ്മുടെ സാധാരണ പ്രേക്ഷകർ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ഇഷ്ടപ്പെടുന്ന, ആ ഷോ എന്താണെന്നറിയുന്ന ഒരുപാട് പ്രേക്ഷകർ നമുക്കുണ്ട്. അവരിൽ നിന്ന് കൂടുതൽ കണ്ടസ്റ്റൻറ്റിനെ എടുക്കാനായിട്ട് ശ്രമിക്കുക. ഇനി വരുന്ന സീസണിൽ ഓൾറെഡി സീസണിൽ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളൊരു ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓഗസ്റ്റൊക്കെ ആകുമ്പോൾ തന്നെ നമ്മുടെ സീസൺ 8 വരും. അപ്പോൾ നമുക്കതിനായിട്ട് കാത്തിരിക്കാം. ഇതുപോലെയുള്ള കണ്ടസ്റ്റൻസിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാതെ നല്ല കണ്ടസ്റ്റൻസിനെ സപ്പോർട്ട് ചെയ്ത് അവരെയൊക്കെ വളർത്താം. ഇല്ലാത്തവരെ ഇതുപോലുള്ള തോന്നിവാസികളൊക്കെ ആണെങ്കിൽ നമ്മൾ തുടക്കം തന്നെ പറിച്ചെടുത്ത് കളയാം അല്ലേ. ഇപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ. ഗൈസ്, ഞാൻ പറഞ്ഞ ആ ട്രിപ്പിൾ പ്രൊട്ടക്ഷൻ ബ്രേസ്ലെറ്റ് പലരുടെയും കയ്യിൽ, പല ഹീലേഴ്സിൻ്റെയും കയ്യിൽ, പല സെലിബ്രിറ്റീസിൻ്റെയും കയ്യിൽ നിങ്ങൾ ഈ ഒരു ബ്രേസ്ലെറ്റ് കണ്ടിട്ടുണ്ടാവും. ശ്രദ്ധിക്കാത്തായിരിക്കും, ഉറപ്പായിട്ടും കണ്ടിട്ടുണ്ടാവും. ഇനി കാണുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ. ബ്രേസ്ലെറ്റ് ആയിട്ടായിരിക്കില്ല, ചിലപ്പോൾ ഒരു മാലയായിട്ടായിരിക്കും ധരിക്കുന്നത്. ഇനി ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. അതൊക്കെ ഉണ്ടല്ലോ സെലിബ്രിറ്റികൾ ചുമ്മാ കടയിൽ നിന്ന് വാങ്ങി ധരിച്ചതല്ല, അവർ ഹീൽ ചെയ്തിട്ടായിരിക്കും ധരിച്ചിട്ടുണ്ടാവുക. നമ്മുടെ ഗുരുമന്ത്രിയിൽ നിന്ന് ഓരോ പ്രോഡക്റ്റ് മേടിക്കുമ്പോഴും റേക്കി ഹീൽ ചെയ്തിട്ടാണ് നമ്മൾ തരുന്നത്. റേക്കി ഹീലിംഗ് എല്ലാം കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഇതെന്തിനു വേണ്ടിയിട്ടാണ് ധരിക്കണമെന്ന് അറിയോ? അപ്പോൾ ഈ ബ്രേസ്ലെറ്റ് വേണം എന്നുള്ളവർ നമ്മുടെ ഗുരുമന്ത്രിയിലേക്ക് കോണ്ടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് റേക്കി ഹീലിംഗ് ഒക്കെ ഫ്രീ ആയിരിക്കും. വേണമെന്നുള്ളവർ റേക്കി ഹീൽ ചെയ്ത് തന്നെ ധരിക്കുക കേട്ടോ. ചുമ്മാ വാങ്ങിച്ച് ധരിക്കാതെ റേക്കി ഹീൽ ചെയ്ത് തന്നെ നിങ്ങൾ ധരിക്കുക. അതിന് വേണ്ടിയിട്ട് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇത് മാത്രമല്ല, നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഓരോ പ്രോബ്ലമിനുള്ള സൊല്യൂഷൻ ആയിട്ടുള്ള സ്റ്റോൺസ് ഗുരുമന്ത്രിയിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്താണോ ആവശ്യം പറഞ്ഞ് തന്നെ ഓരോ സ്റ്റോൺസും ഓരോ ബ്രേസ്ലെറ്റ് ചോദിച്ച് വാങ്ങിക്കാം. ഇതൊരു ട്രിപ്പിൾ പ്രൊട്ടക്ഷൻ ബ്രേസ്ലെറ്റ് ആണ്. ഇത് 3 ടൈപ്പ് ഓഫ് സ്റ്റോൺ ആണ് ഈ ഒരു ബ്രേസ്ലെറ്റിലുള്ളത്. ടൈഗർ, ബ്ലാക്ക് ഓപ്സിഡൻ, ഹെമറ്റൈറ്റ്. നെഗറ്റീവ് എനർജി നീക്കം ചെയ്യുന്ന ഈ ഒരു ബ്രേസ്ലെറ്റ് ശരീരത്തിനും മനസ്സിനും ചുറ്റുമുള്ള എല്ലാ നെഗറ്റീവ് എനർജികളും മാറ്റാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. കൂടാതെ സംരക്ഷണം നൽകുന്നു. ദൃഷ്ടിദോഷങ്ങൾ പോലുള്ള മറ്റ് ആഭിചാര കർമ്മങ്ങളൊക്കെ നമുക്കെതിരെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നുമെല്ലാം ഒരു പ്രൊട്ടക്ഷനാണ് ഈ ട്രിപ്പിൾ പ്രൊട്ടക്ഷൻ ബ്രേസ്ലെറ്റിലെ സ്റ്റോൺസിൻ്റെ എനർജി നമുക്ക് നൽകുന്നത്. ടൈഗർ ഐ ഉണ്ടല്ലോ, ഇതിലുള്ള ടൈഗർ ഐ ഉണ്ടല്ലോ നമുക്ക് ആത്മവിശ്വാസവും ധൈര്യവും നൽകുന്നു. ഹെമിറ്റൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോൺ ഉണ്ടല്ലോ മനസ്സിനെ ശക്തമാക്കുന്നു. ഫോക്കസ്, കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. നെഗറ്റീവ് എനർജി എല്ലാം നീക്കം ചെയ്യാനായിട്ട് ബ്ലാക്ക് ഒബ്സിഡിയനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. പേടി, ടെൻഷൻ എന്നിവയൊക്കെ കുറയ്ക്കും. ആത്മവിശ്വാസത്തോടു കൂടി എന്ത് കാര്യവും മുന്നോട്ട് ചെയ്യാനായിട്ട് ഈ ഒരു സ്റ്റോൺ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഒരു പ്രൊട്ടക്ഷനാണ് കേട്ടോ. ദോഷകരമായ ആളുകളിൽ നിന്നോ അവസ്ഥയിൽ നിന്നൊക്കെ നമ്മളെ സംരക്ഷിക്കുന്നു. ധൈര്യവും ശക്തിയും നൽകുന്നു. ജീവിതത്തിലെ ഏത് വലിയ വെല്ലുവിളിയാണെങ്കിലും ധൈര്യത്തോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എനർജി ഈ ഒരു സ്റ്റോൺസിനുണ്ട്. ധനം, ഭാഗ്യം, അതോടൊപ്പം തന്നെ വിജയങ്ങൾ നമ്മളെ ആകർഷിച്ച് എത്തുന്നു. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. ആത്മവിശ്വാസത്തോടു കൂടി നമ്മൾ എന്തൊരു കാര്യം ചെയ്യാൻ പുറപ്പെട്ടാലും അതിന് വിജയം ഉറപ്പാണ്. അങ്ങനെ സക്സസ് നമ്മളിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു ട്രിപ്പിൾ പ്രൊട്ടക്ഷൻ എനർജിയുള്ള ഒരു ബ്രേസ്ലെറ്റാണത്. ഇത് റേക്കി ഹീൽ ചെയ്തിട്ടാണ് നിങ്ങളുടെ കൈകളിലേക്ക് ഗുരുമന്ത്രം എത്തിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ റേക്കി ഹീൽ ചെയ്തിട്ടുള്ള കരിങ്ങാലി ബ്രേസ്ലെറ്റും ഫ്രീ ആയിട്ട് ഗുരുമന്ത്രം നൽകുകയാണ്. ഗുരുമന്ത്രയിൽ നിന്നും നിങ്ങൾ ഏതൊരു ബ്രേസ്ലെറ്റ് വാങ്ങിക്കുകയാണെങ്കിലും അതിൻ്റെ കൂടെ എനർജൈസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ റേക്കി ഹീൽ ചെയ്തിട്ടുള്ള ഒരു കരിങ്ങാലി ബ്രേസ്ലെറ്റ് സൗജന്യമായിട്ട് നൽകുകയാണ്. അപ്പോൾ ഒട്ടും തന്നെ താമസിക്കേണ്ട, ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടാം. പിന്നെ എപ്പോഴും നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ, നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ബ്രേസ്ലെറ്റ് വേണം നമ്മൾ ധരിക്കാൻ. നമ്മൾ മനുഷ്യരല്ലേ, നമുക്ക് എല്ലാവർക്കും ഓരോരോ തരത്തിലുള്ള ആവശ്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ആ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ടുള്ള ഓരോ എനർജിയുള്ള സ്റ്റോൺസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. എന്താണ് വേണ്ടതെന്നുള്ളത് ചോദിച്ച് വാങ്ങിക്കാം. ഇത് ട്രിപ്പിൾ പ്രൊട്ടക്ഷൻ ആണ്. ഇത് തീർച്ചയായിട്ടും എല്ലാവരും ധരിക്കേണ്ട ഒരു ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ.
അപ്പോൾ ആ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഇപ്പോൾ തന്നെ മെസ്സേജ് ചെയ്യാം. മറക്കണ്ട, നമ്പർ നോട്ട് ചെയ്ത് എഴുതി വെച്ചു. ഒരു സ്റ്റോണും കൂടി ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇപ്പോൾ കുരുമന്ത്രയിൽ ഒരുപാട് പേര് ചോദിക്കുന്നതാണിത്. ഇത് കണ്ടോ, ഇത് അട്രാക്ഷനാണ്. ലവ് അല്ലെങ്കിൽ റെസ്പെക്റ്റ്, സ്നേഹം ഒക്കെ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു മറ്റുള്ളവരുടെ. അതിനാണ് കേട്ടോ ഈ ഒരു ബ്രേസ്ലെറ്റ്. ഇതും റേക്കി ഹീൽ ചെയ്ത് തന്നെ നിങ്ങൾ ധരിക്കാം. നിങ്ങളുടെ എന്താ പറയുക, ബ്രേക്കപ്പ് ആയിട്ടുള്ള പല റിലേഷനും, അത് ഫ്രണ്ട്സിൻ്റെ ആയിക്കോട്ടെ, ഹസ്ബൻഡ് വൈഫ് റിലേഷൻ, നിങ്ങൾ അവർ എന്തെങ്കിലുമൊക്കെ ഒരു ചേർച്ച അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ഒരു എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ആരോടും തുറന്നൊന്നും പറയാനായിട്ട് പലർക്കും താല്പര്യം ഉണ്ടാവില്ല. ഈ ഒരു ബ്രേസ്ലെറ്റ് വാങ്ങി ധരിച്ചാൽ മതി, എല്ലാം ഓക്കെ ആവും കേട്ടോ. അതിനുള്ള എനർജി ഈ സ്റ്റോൺസിനുണ്ട്. ഇത് റോസ് ക്വാർട്സ് ബ്രേസ്ലെറ്റ് ആട്ടോ. സ്നേഹവും കരുണയും വർദ്ധിപ്പിക്കുന്നു. ഹൃദയത്തിലെ സ്നേഹം, കരുണ, സഹാനുഭൂതി എന്നിവ വളർത്താൻ സഹായിക്കുന്ന ഒരു സ്റ്റോണാണിത്. ഹൃദയചക്രമില്ലേ, നമ്മുടെ ഹാർട്ട് ചക്ര, അത് ബാലൻസ് ചെയ്യാനായിട്ടും മാനസികമായി തുറന്ന മനസ്സും സന്തോഷവും നൽകാനായിട്ട് സഹായിക്കുന്ന ഒരു സ്റ്റോണാണിത്. മനഃശാന്തി നൽകുന്നു. സമ്മർദ്ദം, ദുഃഖം, ആശങ്ക എന്നിവയെല്ലാം കുറയ്ക്കുന്നു. ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ, അതായത് പ്രണയബന്ധം, കുടുംബ ബന്ധം, സൗഹൃദങ്ങൾ എന്നിവയ്ക്ക് മനസ്സിലാക്കി നമ്മളിലേക്ക് ആ ഒരു സ്നേഹം എത്തിക്കുന്നു. സെൽഫ് ലവ് വർദ്ധിക്കുന്നു, അതായത് സ്വയം വിശ്വാസവും സ്നേഹവും ഒരു സെൽഫ് കോൺഫിഡൻസ്, സെൽഫ് ആക്സെപ്റ്റൻസ് വളർത്താനായിട്ട് നമ്മളെ സഹായിക്കുന്നു. നെഗറ്റീവ് എനർജി കുറയ്ക്കുന്നു, പോസിറ്റീവ് എനർജിയിലേക്ക് നമ്മളെ എത്തിക്കുന്നു. നന്നായി ഇപ്പോൾ ഉറക്കമൊക്കെ കുറവുള്ളവരൊക്കെ ഉണ്ടല്ലോ, ഇത് പില്ലോടെ അടിയിൽ വെച്ച് കിടന്നാൽ നല്ല രീതിയിലുള്ള ഉറക്കം കിട്ടും. അങ്ങനെ നമ്മളെ ബന്ധങ്ങളെല്ലാം സ്ട്രോങ് ആക്കാനും നമുക്ക് നമ്മളോട് തന്നെ ഒരു റെസ്പെക്റ്റും സ്നേഹമൊക്കെ തോന്നാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്റ്റോണാണിത്. ഈ ഒരു സ്റ്റോണിലെ എനർജി നമ്മുടെ എനർജിയെ അത്രത്തിൽ എത്തിക്കും. നിങ്ങൾ മനസ്സുകൊണ്ട് തീരുമാനിക്കുക. നിങ്ങൾക്ക് ആ തീരുമാനം എടുക്കാനും അതനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു എനർജി നിങ്ങളിലേക്ക് ലഭിക്കും. അതൊക്കെ അതിനുള്ളൊരു പവർ ഈ നാച്ചുറൽ സ്റ്റോണിന് ഉണ്ട്. 100% വിശ്വസിച്ച് നിങ്ങൾ ധരിക്കുക. തീർച്ചയായിട്ടും അതിൻ്റെ ഗുണം നിങ്ങളുടെ ലൈഫിൽ വന്നു ചേരും.